വാഷിംഗ് ആൻഡ് സ്റ്റീം അയൺ സെന്റർ പുന്നമ്പറമ്പിൽ പ്രവർത്തനം ആരംഭിച്ചു. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വസ്ത്രങ്ങൾ വാഷിംഗ്, അയണിംഗ് എന്നിവ ചെയ്തു കൊടുക്കുന്ന യൂണിറ്റാണ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. പുന്നമ്പറമ്പ് സെന്ററിലുള്ള കളക്ഷൻ സെന്ററിൽ വസ്ത്രങ്ങൾ സ്വീകരിക്കും. ഉപഭോക്താക്കളുടെ സൗകര്യം കണക്കിലെടുത്ത് വടക്കാഞ്ചേരി ടൗണിലുള്ള അഷ്ടപതി കോംപ്ലക്സിൽ കളക്ഷൻ സെന്റർ ഉടൻ പ്രവർത്തനം ആരംഭിക്കും. ഇനി വാഷിംഗും അയണിംഗും ഒരു പ്രശ്നമേയല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 96504445 എന്ന നമ്പറുമായി ബന്ധപ്പെടുക. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനം തുടർന്ന് PV അൻവർ MLA. ദ ഹിന്ദു ദിനപത്രത്തിന് നൽകിയ വിവാദ അഭിമുഖത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം മുഖ്യമന്ത്രിയുടെ ഓഫീസിനാണെന്ന് അൻവർ ആരോപിച്ചു. PR ഏജൻസിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പങ്കുണ്ടെന്നതിൽ എനിക്ക് സംശയമില്ലെന്ന് അൻവർ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് നാടകം കളിക്കുകയാണെന്ന് PV അൻവർ പറഞ്ഞു. അഭിമുഖം തെറ്റാണെങ്കിൽ എന്തുകൊണ്ട് ഹിന്ദുവിനെതിരെ പരാതി കൊടുക്കുന്നില്ലെന്ന് അൻവർ ചോദിച്ചു. അഭിമുഖത്തിന്റെ റെക്കോർഡ് പുറത്തുവിടണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒരു ജില്ലയെ അപരവൽക്കരിക്കാൻ ശ്രമമെന്നും മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്നും PV അൻവർ പറഞ്ഞു. മുഖ്യമന്ത്രി സ്ഥാനം റിയാസിനോ വീണയ്ക്കോ നൽകണം. വിദ്യാഭ്യാസമുണ്ടല്ലോ, എങ്ങനെയെങ്കിലും പാർട്ടി ജയിപ്പിച്ചെടുക്കും. എങ്ങനെയെങ്കിലും പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടട്ടെ എന്ന് അൻവർ പരിഹസിച്ചു. ADGPയെയും P ശശിയെയും മുഖ്യമന്ത്രിക്ക് പേടിയാണെന്ന് അൻവർ ആരോപിച്ചു. പാർട്ടി മുഖ്യമന്ത്രിയെ പേടിക്കുന്നത് എന്തിനാണെന്ന് അൻവർ ചോദിച്ചു. പാർട്ടിയിൽ PR വിഷയത്തിൽ 40 അഭിപ്രായം ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. RSS ഏറ്റവും മഹത്തരമായ സംഘടനയാണ് എന്ന് പറഞ്ഞത് കേരള സ്പീക്കറാണ്. കണ്ണൂരിലെ ജനങ്ങൾ അതിന് മറുപടി നൽകണമെന്ന് അൻവർ പറഞ്ഞു. തന്റെ നിലമ്പൂരിലെ പൊതുയോഗത്തിലേക്ക് ഇരട്ടി ആളുകൾ വരുമായിരുന്നു. അവരെ തടയുകയായിരുന്നെന്ന് അൻവർ ആരോപിച്ചു. രാഷ്ട്രീയ പാർട്ടിയുടെ നയം മഞ്ചേരിയിൽ പറയുമെന്ന് അൻവർ വ്യക്തമാക്കി. ജനങ്ങളുമായി രാഷ്ട്രീയ നയം പങ്കുവയ്ക്കും. പുതിയ പാർട്ടിയെ ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമാകില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. മറ്റു പാർട്ടികളിലെ പല നേതാക്കളും ബന്ധപ്പെട്ടു. പാർട്ടിയുടെ പേര് ഞായറാഴ്ച പറയും. ഭാവിയിൽ കൂടെ നിൽക്കാമെന്ന് പല നേതാക്കളും പറഞ്ഞതായി അൻവർ പറഞ്ഞു. KT ജലീലിനെയും അൻവർ വിമർശിച്ചു. KT ജലീൽ മറ്റാരുടെ കാലിലാണ് നിൽക്കുന്നത്. അദ്ദേഹത്തിന് അത്രേ പറ്റൂ. കാര്യങ്ങൾ ധീരമായി ഏറ്റെടുക്കാനുള്ള ശേഷിയില്ലാത്തതുകൊണ്ട് ഒരാളുടെയും പിന്തുണ തേടിയിട്ടില്ലെന്ന് അൻവർ വ്യക്തമാക്കി. ആളുകളുടെ മനസ്സ് തനിക്കൊപ്പമുണ്ട്. തന്നെ കാണാൻ വന്ന നിലമ്പൂർ ആയിഷയുടെ മനസ്സ് എവിടെയെന്നറിയാം. മാറ്റി പറയിപ്പിക്കാമല്ലോ എന്ന് അൻവർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Facebook ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.